ഞാൻ ഈ ഒരുങ്ങി കുലസ്ത്രീയായിട്ട് എങ്ങോട്ടാന്നല്ലേ, ഒരു തായ് റെസ്റ്റോറൻറ്റിൽ ഒരു സെൻഡ് ഓഫ് പാർട്ടിക്ക് പോകുന്നതിന്റെ ജാടയും പത്രാസും ഇത് ബാ കാണിച്ചു തരാം. Yan ang kanyang bibili muna ako yan. നീ ഇത് എന്ത് തേങ്ങയാടി ഈ പറയുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നേ. ഇവള് തഗാലോയാ സംസാരിക്കുന്നത്, ഇവള് ഫിലിപ്പിനോയാണ്. ഇവരെല്ലാം ഫിലിപ്പിനോസ് ആണ്. ഇവരെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഞങ്ങൾ പിക്കൂൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആദ്യം സംസാരിച്ച അവളുടെ പേര് ക്രിസ്റ്റീന. അവൾ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട് സെൻഡ് ഓഫ് പാർട്ടി ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് ഏത് ഭക്ഷണം കഴിക്കണം എന്നറിയത്തില്ല. ഞാൻ കാരണം തായ് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ടോഫു ഫ്രൈ. ഇത് എനിക്ക് പല ഫുഡുകളും അലർജി ആയതുകൊണ്ട് സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പാഡ് തായ് ചിക്കൻ നൂഡിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് അവർ പ്രിഫർ ചെയ്തതാണ്. ഇതാണ് എൻ്റെ അലർജിക്ക് നല്ലത്. കാരണം എനിക്ക് ബീഫ്, പ്രോണ്, എഗ്ഗ് അതൊക്കെ എനിക്ക് അലർജിയാണ്. പോർക്ക്, അങ്ങനെ കുറേ അലർജീസ് ഉണ്ടായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളതും. പരിചയമില്ലാത്തടത്തും അങ്ങനെ ഭക്ഷണം കഴിക്കാറുമില്ല. പല കുസൈൻസ് അങ്ങനെ ട്രൈ ചെയ്യാറുമില്ല. അപ്പോൾ ഇവർ പ്രിഫർ ചെയ്തതാണ് ഇതെൻ്റെ ടേസ്റ്റിനും ഫ്ലേവറിനും എൻ്റെ അലർജിക്കും ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് സംഭവം ഇളക്കിയൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പണ്ട് വീട്ടിൽ മാഗി നൂഡിൽസ് കഴിക്കുമ്പോൾ വൃത്തിക്ക് എൻ്റെ ഫോർക്കിൽ കുരുങ്ങിക്കൊണ്ടിരുന്ന നൂഡിൽസ് 10 പേര് കൂടുമ്പം പറ്റില്ലടാ നിന്നെ ഞാൻ അപമാനപ്പെടുത്തും എന്നുള്ള ആവേശത്തിൽ എപ്പോഴും നിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തു. വളരെ നല്ല സംഭവമായിരുന്നു. നല്ല ഫ്ലേവറും ഉണ്ട്, നല്ല ചില്ലി ഫ്ലേക്സ് ആയിരുന്നു. ആ പീനട്ടൊക്കെ ഇട്ടതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ, അടിപൊളിയാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു സൂപ്പറാണ്, സെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഫുഡുകളും ഒക്കെ നോക്കി. ഇവരെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ എനിക്കിത് പറ്റില്ല കേട്ടോ. കഴിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും പറ്റുന്നില്ല. മൊത്തം ഇത് ഫിനിഷ് ചെയ്യാനും പറ്റില്ല. ഞാനൊരു സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് ഈറ്റർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈൻ കുടിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലെത്തി. ഇന്ന് ആ വൈൻ ഒഴിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്. ഇവൻ്റെ ഒഴുപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ടാലുണ്ടല്ലോ, നമ്മൾ അഡ്രിനാലിനും ലോഡ് ചെയ്യുന്ന ആ ഒരു ആക്യുറസി ഉണ്ടായിരുന്നു ഇവൻ്റെ ആ ഒരു ഒഴുപ്പിൽ. 0.1 ml പോലും നമ്മൾ അയണോട്രോപ്പിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് ഒഴിക്കുന്നത്. അത്രയും ആക്യുറസിയിൽ ഇവൻ ഒഴിച്ചു. ചിയേഴ്സ് ടു ഓസ്ട്രേലിയ ആൻഡ് US. ഇതിലൊരാൾ US പോകുന്നുണ്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പെഗിലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് വേണം എന്നെല്ലാവരും പറഞ്ഞു. ആ പ്രിഫറൻസിനോട് ഞാനും യോജിച്ചു. രണ്ടാമത് വീണ്ടും അവൻ്റെ ഒഴുപ്പും മട്ടും ഭാവം കാണാം. വളരെ കൃത്യത, ഇത്രയും കൃത്യതയുള്ള പ്രൊഫഷണൽ നമുക്ക് വളരെ ചുരുക്കമായിരിക്കും. അത്രയും കൃത്യതയോടുകൂടി എല്ലാവർക്കും കൃത്യ അളവിൽ ഒഴിച്ച് ആരും പരാതിപ്പെടാതിരിക്കാൻ രണ്ടാമത്തെ ചിയേഴ്സ് ടു ഓസ്ട്രേലിയ ആൻഡ് US. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കെന്നാൽ ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന്. അപ്പം അന്നേരമാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ കുലസ്ത്രീ ചമയേണ്ട ആവേശത്തിൽ ഞാൻ ഷൂസ് ഇട്ടിട്ടില്ല, സ്ലിപ്പേഴ്സ് ഇട്ടിട്ടാണ് ഈ 1 ഡിഗ്രി 2 ഡിഗ്രിയിലും ഞാൻ നടക്കുന്നത്. കാലുകൾ മരച്ച് എന്നെ ചീത്ത പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ്. ഇത് കേംബ്രിഡ്ജിൻ്റെ തെരുവോരങ്ങൾ. ശരിക്കും ഞാൻ രാത്രിയിലൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇതൊരു പള്ളിയാണ്. ഇത് ദ റാഫ് ബാർ, ഈഗിൾ ബാറാണ്. 300 വർഷം ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ ഒരു ബാറാണ്. ഈ തുറന്നിട്ടേക്കുന്ന വിൻഡോയ്ക്ക് കഥയുണ്ട്. ഇതൊരു ഹോണ്ടഡ് വിൻഡോ ആണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തീ പിടിച്ചപ്പോൾ 3 കുട്ടികൾ ഇതിനകത്ത് അകപ്പെട്ടിട്ട് മരിച്ചുപോയി. അതിനുശേഷം എപ്പം ആ വിൻഡോ അടച്ചിടാൻ നോക്കിയാലും തന്നെ തുറക്കും. അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് അവരെപ്പോഴും ഇതിപ്പോൾ തുറന്നിട്ടേക്കുക. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ദണ്ഡി യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വൈനൊക്കെ കുടിച്ചതുകൊണ്ട് ആരും ഡ്രൈവും ചെയ്യില്ല. ക്യാബ് വിളിക്കേണ്ട, എന്നാൽ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു. ഇതൊരു പബ്ബാണ്. അങ്ങനെ ഞങ്ങൾ ബസ് പിടിക്കാനുള്ള യാത്രയാണ്. ഇത് കുറച്ച് രാത്രിയായിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞങ്ങൾ പഴയല്ല അടച്ചിട്ടേക്കുന്ന ഈ മാളൊക്കെ ക്രോസ് ചെയ്ത്. ഇവളാണ് ക്രിസ്റ്റീന, ഇവളാണ് പോകുന്നത് കേട്ടോ. ഈ ഫിലിപ്പിനോ നഴ്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് വളരെ കംഫർട്ട് സോണിൽ നിർത്താൻ പറ്റുന്നവരാണ് ഫിലിപ്പിനോ നഴ്സസ്. ദ ബെസ്റ്റ് നഴ്സസ്, വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സസ് ഇൻ ഹോൾ വേൾഡ്. അത്രയും ഹോണസ്റ്റിലാണ് അവർ പണിയെടുക്കുന്നത് കേട്ടോ. അത്രയും ഡെഡിക്കേഷൻ ഉണ്ട് അവർക്ക് അവരുടെ വർക്കിനോട്. ഞങ്ങൾ രണ്ടുപേരെ ചെറിയ ഹിൻറ്റൺ ബസ്സിൽ കയറ്റി വിട്ടു. ഞങ്ങളും ചെറിയ ഹിൻറ്റൺ ബസ്സിലാണ് കയറുന്നത്. പക്ഷേ ഞങ്ങളുടെ നമ്പർ 1 ആണ്. അത് കഴിഞ്ഞ് ഈ സൈക്കിളൊക്കെ പോകുന്നുണ്ട് വളരെ കൃത്യതയോടുകൂടി. എത്ര രാത്രിയായാലും അലമ്പൊന്നുമില്ല. കേംബ്രിഡ്ജിലെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഓരോന്നിനും പോകാൻ ഓരോ ലൈനുകളും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ബസ്സിൻ്റെ സ്റ്റോപ്പുകളിലേ നിർത്തുകയുള്ളൂ. വളരെ അച്ചടക്കത്തോടെ. അത് എത്ര രാത്രിയാണെങ്കിലും നമുക്കിവിടെ വളരെ സേഫായിട്ട് ഇറങ്ങി നടക്കാം. ഇതിന് കേംബ്രിഡ്ജിൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്നും എനിക്കറിയില്ല. കേംബ്രിഡ്ജിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. കണ്ടോ ബസ്സൊക്കെ പോകുന്നുണ്ടോ, സൈക്കിൾ പോകുന്നുണ്ടോ ബസ്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പം ഇതായിരുന്നു എൻ്റെ ഔട്ടിങ്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.